ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സെൽവൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഫുഡാണ്. അതായത് ഇതിന്റെ പേര് തന്നെ കേട്ടാൽ ചിലപ്പോൾ നമുക്ക് ചിരി വരും. ഗുൽഗുല എഗ് ഫ്രൈ, അതുപോലെ ഗുൽഗുല എഗ് മസാല, അതുപോലെ ഗുൽഗുല എഗ് പൊള്ളിച്ചത്, ഇങ്ങനെയൊക്കെ ഒത്തിരി പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്കൊക്കെ ചെയ്തു തന്നാൽ വളരെ ഉപകാരം. കാരണം ഇത് എല്ലാവരും കാണാറുണ്ട്, പക്ഷെ ലൈക്ക് ഷെയർ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ബട്ടണിലൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഒന്നും പോകാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് വളരെ ഉപകാരമാണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഗുൽഗുല എഗ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു നല്ല ചട്ടി, മണ്ണിൻ്റെ ചട്ടിയാണ്. അങ്ങനെ മണ്ണിൻ്റെ ചട്ടിയിൽ നമ്മൾ മുട്ട പുഴുങ്ങുവാൻ വേണ്ടി വയ്ക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ പുഴുങ്ങാനുള്ള മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഗുൽഗുല എഗ് ഫ്രൈയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം കൂട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുവന്നുള്ളി, ആദ്യം തന്നെ നമുക്കിത് ഇതിനകത്തിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ടൊരു നല്ല കല്ല്, അതായത് ചെറിയ ഒരലെന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്ത് വയ്ക്കുക. അതുപോലെ ഇതിൻ്റെ കൂട്ടെന്ന് പറയുന്നത് നല്ല ചുവന്ന ഉള്ളി, അതുപോലെ തന്നെ ഒരു 2 വറ്റൽ മുളക്, അതുപോലെ തന്നെ പച്ചമുളക് ഒരു 4 എണ്ണം, അതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പില, 2 തണ്ട് മതി കേട്ടോ കറിവേപ്പില. ഓക്കെ, പിന്നെ ഒരു ചെറുനാരങ്ങ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടെന്ന് വെച്ചാൽ നല്ല പേസ്റ്റ് പോലെ നമ്മൾ ഇത് ഇടിച്ചെടുക്കണം, നല്ല ഇതിനകത്ത് തന്നെ ഇട്ട്. കാരണം നമ്മൾ മിക്സിയിലൊന്നും അരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കല്ലിൽ തന്നെ സാധനം അരച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് നല്ല പേസ്റ്റ് പോലെ സംഭവിക്കില്ല. വെച്ച മുട്ട ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇറക്കി വെച്ചിട്ട് ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പുഴുങ്ങിയ മുട്ട ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മസാലക്കൂട്ട്, അതിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ചുപ്പ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, അതുപോലെ തന്നെ കുറച്ചുപ്പ്. ഉപ്പ് ആവശ്യത്തിന് ചേർച്ചാൽ മതി കേട്ടോ, കുറച്ച് നോക്കി ചേർക്കണം, അല്ലെങ്കിൽ ഉപ്പ് അധികമായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ, അത് ഈ ചെറുനാരങ്ങ, കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ചെറുനാരങ്ങ നമ്മൾ മുറിച്ചിട്ട് പിഴിഞ്ഞ് അതിലൊഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യണം. അതിനുശേഷം മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം, കാരണം അത് മിക്സ് ചെയ്താൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി നേരത്തെ എടുത്തു വെച്ച മുട്ട തൊണ്ട് കളഞ്ഞിട്ടെടുക്കാം. അപ്പോൾ മുട്ട തൊണ്ട് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാതൊരു കാരണവശാലും ഇത് പൊട്ടിപ്പോകരുത്. കാരണം വൃത്തിയായിട്ട് തൊണ്ട് കളഞ്ഞാലാണ് നമുക്ക് ഇത് വരഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുട്ട എടുത്തിട്ട് നന്നായിട്ട് വരയിട്ട് കൊടുക്കുക. പരമാവധി ഒരു മുട്ടയിൽ 4-5 വരയിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ വരയിലേക്കാണ് നമ്മൾ ഈ മസാല മൊത്തമായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കണ്ടത് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം ഈ മസാലക്കൂട്ട്. എന്നാലാണ് ഈ മുട്ട നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ അധികം മുട്ടയൊന്നും എടുത്തിട്ടില്ല, കാരണം ഈ ചട്ടി ചെറിയ ചട്ടി ആയതിൻ്റെ പേരിൽ അധികം എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു 5 മുട്ടയാണ് എടുത്താക്കുന്നത്. കണ്ടോ, നന്നായിട്ട് തേച്ചെടുപ്പിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം എടുത്ത് വയ്ക്കണം കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും ഇത് മാറ്റി വയ്ക്കണം, എന്നാലേ ആ മസാല കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം, നന്നായിട്ട് ചൂടായതിന് ശേഷം
കാരണം മുട്ട നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ആഡ് ചെയ്യാം. കാരണം ഇത് ശ്രദ്ധിക്കണം, കാരണം ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്ലേറ്റ് വെച്ച് മൂടി വെക്കുകയോ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ മാറി നിൽക്കുക, കാരണം മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏതാണ്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ അത് നല്ല ഡ്രൈ ആയി കണ്ട. എന്നിട്ട് നമുക്കതിന് ശേഷം അത് ഒരു കയ്യിൽ കൊണ്ട് എടുത്തിട്ട് ഒരു ഇതിലേക്ക് മാറ്റാം. ഇവിടെ നമ്മളൊരു ചേമ്പിൻ്റെ ഇല എടുത്തേക്കണേ, അതൊരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ്. അല്ലെങ്കിൽ പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റ്, അതിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. ഓരോന്ന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം പൊട്ടിപ്പോകരുത്. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ആ ഒരു എന്താ പറയുക, ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോന്ന് ശ്രദ്ധിച്ച് എടുത്ത് വയ്ക്കുക. ശരിക്കും നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം കേട്ടോ, കാരണം ഇതുപോലെ ആവണം, എന്നാലും ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കണ്ടാൽ നമുക്ക് ഇരിക്കണ കണ്ടാൽ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. അതേപോലെയാണ് ഇരിക്കണത്. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ മസാല ഇതിന് മുട്ട നടുകെ കീറിയിട്ട് അതിൽ വെച്ചിട്ട് പ്ലാവിൻ്റെ ഇലയിൽ കുമ്പിള കുത്തിയിട്ടാണ് ഇത് എടുത്ത് വയ്ക്കുക. നടുവിൽ പൊളിക്കുക. എന്നിട്ട് നമുക്ക് ഈ മസാല അതിൻ്റെ കണ്ട കറക്റ്റായിട്ട് ഇതുപോലെ വയ്ക്കുക. അതേ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം. സംഭവം രക്ഷയില്ല, അടിപൊളിയാണത്. ടേസ്റ്റ് എന്ന് വെച്ചാണ്ടല്ല ഒരു രക്ഷയില്ല. ഇതാണ് മോനെ ഗുൽഗുല എഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു ഗുൽഗുല ഗുഡ് ബൈ.